കരീബിയൻ കടലിലെ മനുഷ്യവാസമില്ലാത്തൊരു വലിയ ദ്വീപ്. അവിടെ ഫ്ലിന്റ് എന്നൊരു നാവികൻ ഒരു വലിയ നിധി ഒളിച്ചു വെക്കുന്നു. താനത് ഒളിപ്പിച്ചു വെച്ചത് എവിടെയാണെന്ന് മറ്റാരും അറിയാതിരിക്കാനായി അയാൾ കൂടെയുള്ള മനുഷ്യരെയെല്ലാം കൊന്നുകളയുന്നു. പക്ഷേ ആ സമ്പത്ത് അനുഭവിക്കാൻ കഴിയും മുന്നേ തന്നെ ആ നാവികനും മരണമടയുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ഭൂപടം ജിം ഹോക്കിൻസ് എന്നൊരു കുട്ടിക്ക് ലഭിച്ചു. പിന്നീട് നിധി തേടി ദ്വീപിലേക്ക് പോകുന്ന ജിമ്മിന്റെയും അവനോടൊപ്പം അവിടേക്ക് എത്തുന്ന ചതിയന്മാരായ കടൽ കൊള്ളക്കാരുടെയും കഥയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന സ്കോട്ടിഷ് എഴുത്തുകാരൻ എഴുതി 1883 പ്രസിദ്ധീകരിക്കപ്പെട്ട ദ സീ കുക്ക് എ സ്റ്റോറി ഫോർ ബോയ്സ് എന്ന നോവൽ. പിന്നീട് പലതവണ പേരുമാറ്റപ്പെട്ട ഈ നോവലിന്റെ ചലച്ചിത്ര പതിപ്പാണ് 1990 പുറത്തുവന്ന ട്രഷർ ഐലൻഡ്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു കടലോര ഗ്രാമത്തിലാണ് കഥ ആരംഭിക്കുന്നത്. തീരത്ത് ബോട്ടിറങ്ങിയ ബില്ലി ബോൺസ് എന്ന മനുഷ്യൻ തന്റെ വലിയ പെട്ടിയുമായി അതിവേഗം നടക്കുകയാണ്. ഇരുട്ടു മുൻപ് താമസിക്കാൻ ഒരിടം കണ്ടെത്തുകയാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെ നടന്ന അയാൾ എത്തുന്നത് വിജനമായ പ്രദേശത്തെ അഡ്മിറൽ ബെൻബോ എന്ന ലോഡ്ജിങ്ങിലേക്കാണ്. വാതിൽ ഉറക്ക തട്ടിയപ്പോൾ വാതിൽ തുറന്നതൊരു കൊച്ചു പയ്യനും ഒപ്പം തോക്കുമായി അവന്റെ അമ്മയുമാണ്. താനൊരു നാവികനാണ് എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിയ മനുഷ്യൻ ശരിക്കും ഒരു കടൽ കൊള്ളക്കാരനാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിലും ആ പയ്യൻ അയാളെ ലോഡ്ജിങ്ങിലേക്ക് സ്വീകരിച്ചു. അവന്റെ പേര് ജിം ഹോക്കിൻസ് എന്നാണ്. ജിമ്മിന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ലോഡ്ജിങ്ങിൽ കച്ചവടം കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് കൊള്ളക്കാരനാണെന്ന് മനസ്സിലായിരുന്നിട്ടും ജിം അയാളെ അവിടെ താമസിക്കാൻ അനുവദിച്ചത്. സംശയിച്ചു നിന്ന മിസ്സിസ് ഹോക്കിൻസിനോട് എന്നെ ഭയക്കണ്ട എന്നും എനിക്ക് കുറച്ച് റമ്മും പന്നിയിറച്ചിയും മാത്രം തന്നാൽ മതിയെന്നുമാണ് ബില്ല് പറഞ്ഞത്. അപകടമാണെന്ന് മനസ്സിലായിരുന്നിട്ടും തങ്ങളുടെ അവസ്ഥയോർത്ത് ബില്ലിനെ അവിടെ താമസിപ്പിക്കാൻ തന്നെ ഇരുവരും തീരുമാനിച്ചു. മുൻകൂർ അയാൾ കുറച്ച് പണവും മിസ്സിസ് ഹോക്കിൻസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഏറെ നാൾ ബില്ല് ആ ലോഡ്ജിങ്ങിൽ തന്നെ താമസിച്ചു. എല്ലാ ദിവസവും അയാൾ ആ മുൻപിൽ ചെന്ന് തൻ്റെ സ്പൈ ഗ്ലാസ് കടലിലേക്ക് നിവർത്തി ആരെങ്കിലും തന്നെ തേടി എവിടേക്ക് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. വൈകുന്നേരങ്ങളിൽ മദ്യപിക്കുമ്പോൾ അയാൾ ജിമ്മിനോട് തന്നെ തേടി ഒരൊറ്റക്കാലിന് ഇവിടേക്ക് വന്നാൽ തന്നെ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ എന്തോ ഭയക്കുന്നുണ്ടോ എന്ന് ജിമ്മിന് മനസ്സിലായിരുന്നു. ചില രാത്രികളിൽ അയാൾ അവിടെ മദ്യം കഴിക്കാൻ വരുന്ന ആളുകളോടും വെറുതെ തട്ടിക്കയറുമായിരുന്നു. ഒരു ദിവസം അയാൾ ഡോക്ടർ ലിവ്സിയോടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും ഡോക്ടർ ആളൊരു മാന്യനായതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ബില്ലൊരു ശല്യമായി മാറിയിരുന്നുവെങ്കിലും പണം കിട്ടുമല്ലോ എന്നോർത്ത് മാത്രം ജിമ്മും മിസ്സിസ് ഹോക്കിൻസും അതിനോടെല്ലാം കണ്ണടച്ചു. അങ്ങനെ ഒരിക്കൽ ബിൽ കടൽ തീരത്തേക്ക് പോയ സമയത്താണ് ലോഡ്ജിങ്ങിലേക്ക് ഒരു പുതിയ അതിഥി വരുന്നത്. വന്ന പാടെ തന്നെ അയാൾ ബിൽ എവിടെയെന്നാണ് ജിമ്മിനോട് ചോദിച്ചത്. ബില്ല് പുറത്തു പോയിരിക്കുകയാണെന്നും എപ്പോൾ വരുമെന്ന് അറിയില്ല എന്നും ജിമ്മ് മറുപടി പറഞ്ഞു. അയാൾക്ക് 2 കാലുകളും ഉള്ളതുകൊണ്ട് തന്നെ ബില്ല് ഭയന്ന മനുഷ്യൻ അയാളല്ല എന്ന് ജിമ്മിന് മനസ്സിലായിരുന്നുവെങ്കിലും അയാളും അപകടമാണ് എന്ന് ജിം തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് എത്തിയ ബില്ല് ലോഡ്ജിങ്ങിൽ തൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ടു ഞെട്ടി. ബ്ലാക്ക് ഡോഗ് എന്നായിരുന്നു അയാളുടെ പേര്. നീ ഇപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ എന്ന് ബ്ലാക്ക് ഡോഗ് ബില്ലിനോട് ചോദിച്ചു. നിനക്കെന്താണ് വേണ്ടത് എന്ന് ബില്ല് ചോദിച്ചപ്പോൾ നിനക്കത് അറിയാമല്ലോ എന്നാണ് ബ്ലാക്ക് ഡോഗ് മറുപടി പറഞ്ഞത്. പിന്നീട് അവർ മദ്യം കഴിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏതോ ഭൂപടത്തെക്കുറിച്ചും തങ്ങളുടെ പങ്കിനെക്കുറിച്ചും മരിച്ചുപോയൊരു ഫ്ലിന്റിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നത് ജിമ്മ് കേട്ടിരുന്നു. പെട്ടെന്ന് അവരുടെ സംസാരം തർക്കമാവുകയും പരസ്പരം അവർ വാളെടുത്ത് വീശുകയും ചെയ്തു. കുറേയേറെ നേരം നീണ്ടുനിന്ന സംഘടനത്തിന് ശേഷം ബില്ലിനോട് പിടിച്ചു നിൽക്കാനാവാതെ ബ്ലാക്ക് ഡോഗ് അവിടെ നോടി രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും കാര്യം എന്താണ് എന്ന് ജിമ്മിന് മനസ്സിലായിരുന്നില്ല. അയാൾ പോയ ശേഷം അതാരാണ് എന്ന് ജിമ്മ് ബില്ലിനോട് തന്നെ അന്വേഷിച്ചു. ഇനിയും അവർ മടങ്ങി വരുമെന്നും ഫ്ലിന്റ് മരിക്കും മുൻപ് എനിക്ക് തന്ന ആ പെട്ടിക്ക് പിന്നാലെയാണ് അവരെന്നുമാണ് ബില്ല് മറുപടി പറഞ്ഞത്. ഇനിയും അവർ മടങ്ങി വന്നെന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ ആ ഡോക്ടറെ ഉടൻ തന്നെ വിളിച്ചുകൊണ്ട് വരണമെന്നും ബില്ല് അവനോട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ജിമ്മിന് കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. ഇനി ആരെങ്കിലും അവിടേക്ക് വരുമോ എന്നറിയാൻ അവൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കറുത്ത വസ്ത്രധാരിയായ ഒരു അന്ധൻ ജിമ്മിനടുത്തേക്ക് വരുന്നത്. ഈ പാവം കുരുടനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അയാൾ അവന് കൈ കൊടുത്തു. ജിം അയാളുടെ കയ്യിൽ തൊട്ടതോടെ അയാൾ അവനെ ചുറ്റിപ്പിടിച്ച് എന്നെ ബില്ലിനടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ജിം അയാളെ ബില്ലിനടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബ്ലൈൻഡ് പിയോ എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. ബില്ല് അയാളെ കണ്ടും വല്ലാതെ നടുങ്ങുന്നത്
ജിം ശ്രദ്ധിച്ചിരുന്നു. വന്ന പാടെ തന്നെ അയാൾ ബില്ലിനോട് കസേരയിലിരുന്ന് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു. ബിൽ അനുസരണയോടെ കസേരയിലിരുന്ന് കൈ നീട്ടിയപ്പോൾ അയാൾ എന്തോ ഒന്ന് ബില്ലിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അവിടെ നിന്ന് മടങ്ങി. വട്ടത്തിൽ വെട്ടിയെടുത്തൊരു കറുത്ത കടലാസ് കഷ്ണമായിരുന്നു അത്. ബ്ലാക്ക് സ്പോട്ട് എന്നാണ് അതിൻ്റെ പേര്. കടൽ കൊള്ളക്കാർക്കിടയിൽ അത് അവസാനത്തെ താക്കീതായി അറിയപ്പെട്ടിരുന്നു. നിനക്ക് 10 മണി വരെ സമയമുണ്ട് എന്നായിരുന്നു ആ കടലാസിൽ എഴുതിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ബില്ല് വല്ലാതെ അവശനായി കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖം രക്തത്തിൻ്റെ നിറമായി കഴിഞ്ഞിരുന്നു. അയാൾ വെട്ടി വീർക്കുകയും ശ്വാസമെടുക്കാൻ പാടുപെടുകയും ചെയ്തു. തൻ്റെ അവസാനം എടുത്തുവെന്ന് മനസ്സിലാക്കിയ ബില്ല് തൻ്റെ പെട്ടിയുടെ താക്കോൽ ജിമ്മിനെ ഏൽപ്പിച്ചു. ഒരു കാരണവശാലും അവർക്കത് കൊടുക്കരുത് എന്ന് പറഞ്ഞ ശേഷം അയാൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. മിസ്സിസ് ഹോക്കിൻസ് മടങ്ങിയെത്തുമ്പോഴേക്കും ബില്ല് മരിച്ചു കഴിഞ്ഞിരുന്നു. ജിമ്മി, ഇയാൾ നമുക്ക് ഒരുപാട് ദിവസത്തെ വാടക തരാനുണ്ട്, നമുക്ക് അയാളുടെ പെട്ടിയിൽ എന്താണുള്ളത് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് മിസ്സിസ് ഹോക്കിൻസ് അയാളുടെ മുറിയിലേക്ക് എത്തി അയാളുടെ പെട്ടി പരിശോധിച്ചു. പക്ഷേ അതിൽ 2 തോക്കുകളും കുറച്ച് പണവും ഒരു കോമ്പസും കൂടാതെ ഒരു തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തുവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുറച്ച് നാണയങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യർ ബില്ലിനെ അന്വേഷിച്ച് ഇവിടെ വരെ വരില്ല എന്നറിയാവുന്ന ജിമ്മിന് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ സാധനത്തിന് വേണ്ടി തന്നെയായിരിക്കും അവർ വന്നത് എന്ന് മനസ്സിലായി. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം അവർ സംസാരിച്ചു കൊണ്ടിരുന്ന ഭൂപടം. എന്തായാലും തൻ്റെ വാടക കിട്ടിയതിൽ സന്തോഷമായ അമ്മയോട് നമുക്കിവിടെ നിന്ന് വേഗം പോകാമെന്നാണ് ജിമ്മ് പറഞ്ഞത്. കാരണം ഏത് നിമിഷവും അവർ മടങ്ങി വരുമെന്ന് ജിമ്മിന് അറിയാമായിരുന്നു. പക്ഷെ അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടു തുടങ്ങിയിരുന്നു. വേഗം തന്നെ മിസ്സിസ് ഹോക്കിൻസ് തൻ്റെ തോക്കെടുത്ത് വാതിലിലേക്ക് ചൂണ്ടി നിന്നു. പെട്ടെന്ന് ആ വാതിൽ തകർത്ത് 2 പേർ അകത്തേക്ക് പ്രവേശിച്ചതും മിസ്സിസ് ഹോക്കിൻസ് അവരെ വെടിവെച്ചിട്ട് ജിമ്മിനെയുമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവിടേക്ക് കയറി വന്ന ബ്ലൈൻഡ് പ്യൂ അവനെ പിടികൂടിയെങ്കിലും ജിം അയാളെ അടിച്ചു വീഴ്ത്തി അമ്മയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നാലെ ആ വീട്ടിലേക്ക് കയറി വന്ന കടൽക്കൊള്ളക്കാർ ബില്ലിൻ്റെ ശരീരത്തും അയാളുടെ പെട്ടിയിലും എല്ലാം തിരഞ്ഞുവെങ്കിലും ആ ഭൂപടം അവർക്ക് കിട്ടിയില്ല. ജിം അത് കൈവശപ്പെടുത്തിയെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എന്നാൽ വെടിവെച്ച് കേട്ടപ്പോഴവിടേക്ക് ഡോക്ടർ ലിവ്സിയും പോലീസുകാരും കുതിരപ്പുറത്ത് പാഞ്ഞു വന്നതോടെ അന്ധനായ ബ്ലൈൻഡ് പ്യൂവിനെ അവിടെ നിർത്തി കൊള്ളക്കാർ ഓടി രക്ഷപ്പെട്ടു. ബ്ലൈൻഡ് പ്യൂ ആകട്ടെ പോലീസുകാരുടെ കുതിരകൾക്കിടയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. കൊള്ളക്കാർ പണത്തിന് പിന്നാലെയാണ് വന്നത് എന്ന് ഡോക്ടർ കരുതിയെങ്കിലും അതങ്ങനെയല്ല എന്നും ഇതിനു പിന്നാലെയാണ് അവർ വന്നത് എന്നും പറഞ്ഞ് പെട്ടിയിൽ നിന്ന് കിട്ടിയ പൊതിക്കെട്ട് ജിം അയാളെ കാണിച്ചു. അതെന്താണെന്നറിയാൻ അവർ പോകുന്നത് കടലിനെയും കടൽ കൊള്ളക്കാരെയും നന്നായി അറിയാവുന്ന സ്ക്വയർ ട്രെലോണിക്കടുത്തേക്കാണ്. പൊതിക്കുള്ളിൽ ഒരു ചെറിയ കണക്ക് പുസ്തകവും വലിയൊരു കടലാസുമായിരുന്നു ഉണ്ടായിരുന്നത്. പുസ്തകത്തിൽ തങ്ങൾ കൊള്ളയടിച്ചതിൻ്റെയും തനിക്ക് കിട്ടേണ്ട പങ്കിൻ്റെയും കണക്കുകളായിരുന്നു ബില്ല് എഴുതി വെച്ചിരുന്നത്. എന്നാൽ ആ കടലാസ് ജിമ്മ് സംശയിച്ചതുപോലെ ഒരു ഭൂപടമായിരുന്നു. വെറും ഒരു ഭൂപടമല്ല, അതൊരു നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ദ്വീപിൻ്റെ ഭൂപടമായിരുന്നു. നിധി എവിടെയാണെന്ന് അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. ഭൂപടത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ജോൺ ഫ്ലിന്റ് എന്നൊരാളായിരുന്നു. അത് മരിച്ചുപോയ ഫ്ലിന്റ് എന്ന നാവികനാണ് എന്ന് ട്രെലോണി ഡോക്ടറെ അറിയിച്ചു. ഈ നിധി എവിടെയാണെന്ന് അറിയാനാണ് കടൽ കൊള്ളക്കാർ ബില്ലിന് പിറകെ എത്തിയത് എന്നവർക്ക് മനസ്സിലായി. ഫ്ലിന്റ് വെറുമൊരു നാവികനല്ലായിരുന്നുവെന്നും അയാൾ രക്തദാഹിയും അത്യാഗ്രഹിയുമായൊരു കൊള്ളക്കാരൻ കൂടിയായിരുന്നുവെന്നും ട്രെലോണി അവരെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ആ ഭൂപടവും വിശ്വസനീയമായിരുന്നു. ഫ്ലിന്റ് കൊള്ളയടിച്ചതെല്ലാം അയാൾ ആ ദ്വീപിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായതോടെ മൂവർക്കും സന്തോഷം അടക്കാനായില്ല. നമുക്ക് വേഗം തന്നെ ഒരു കപ്പലിൽ അവിടേക്ക് പുറപ്പെടാമെന്നാണ് ട്രെലോണി അവരോട് പറഞ്ഞത്. അപ്പോൾ ലിവ്സി അയാളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് മാത്രമല്ല ഈ നിധിയെക്കുറിച്ച് അറിയാവുന്നത്. ഭൂപടം നമ്മുടെ കയ്യിലുണ്ടായെന്നും നമ്മൾ നിധി എടുക്കാൻ പോവുകയാണെന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാൻ പാടില്ല. അങ്ങനെ അവർ മൂവരും ആ ദ്വീപിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. 2 ദിവസത്തിന് ശേഷം ഞാൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം മാറുമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത് ജിം ലിവ്സിക്കൊപ്പം തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവർ ആ തുറമുഖത്തേക്ക് എത്തുമ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച കപ്പലായ ഹിസ്പാനിയോള തന്നെ ട്രെലോണി അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. കപ്പലിലെ ജോലിക്കായി ഒരുപാട് തൊഴിലാളികളെയും അയാൾ ഏർപ്പാടാക്കിയിരുന്നു. പിറ്റേ ദിവസമാണ് അവർ യാത്ര തുടങ്ങാനിരുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ ഒരല്പം വീഞ്ഞു നുണയുന്നതിനിടയിലാണ് കപ്പലിനെക്കുറിച്ചും അതിലെ തൊഴിലാളികളെക്കുറിച്ചും ട്രെലോണി അവരോട് പറയുന്നത്. കപ്പൽ കണ്ടെത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല, പക്ഷേ ജോലിക്കാരെ കിട്ടാനായിരുന്നു ഏറെ പ്രയാസം. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ എന്നെ സമീപിച്ചത്. മിസ്റ്റർ ലോങ് ജോൺ സിൽവർ. പഴയൊരു നേവി ഓഫീസറായിരുന്ന അദ്ദേഹത്തിന്
യുദ്ധത്തിനിടയിൽ ഒരു കാല് നഷ്ടപ്പെട്ടു. അദ്ദേഹമാണ് കപ്പലിലെ ജോലിക്കാരെ എല്ലാം ഏർപ്പാട് ചെയ്തത്. കപ്പലിലെ പാചകക്കാരനായ അദ്ദേഹവും നമുക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റക്കാലിലെന്ന് ട്രലോനി പറഞ്ഞപ്പോൾ തന്നെ ജിമ്മിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും കടന്നു വന്നു. ശേഷം ട്രലോനി ജോണിനെ വിളിച്ചുകൊണ്ടുവരാനായി ജിമ്മിനെ തീരത്തുള്ളൊരു മദ്യശാലയിലേക്ക് പറഞ്ഞയച്ചു. ജിം അവിടേക്ക് എത്തുമ്പോൾ അവിടെ ആ മനുഷ്യനുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള ഘനഗംഭീരമായ ശബ്ദമുള്ള ഒരൊറ്റക്കാലൻ. പുലർച്ചയോടെ പുറപ്പെടണമെന്നും വേഗം തന്നെ കപ്പലിലേക്ക് എത്താനും ട്രലോനി പറഞ്ഞിട്ടുണ്ടെന്ന് ജിം അയാളെ അറിയിച്ചു. ജോൺ അവനെ പരിചയപ്പെട്ടവനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. പക്ഷേ അപ്പോഴും നിധിയെടുക്കാനാണ് തങ്ങൾ പോകുന്നത് എന്ന് ജിം അയാളോട് പറഞ്ഞതേയില്ല. ഇതേ സമയം കപ്പലിൻ്റെ ക്യാപ്റ്റൻ അലക്സാണ്ടർ സ്മോലറ്റ് ഡോക്ടർക്കും സ്ക്വയറിനും അടുത്തേക്കെത്തി. ആയുധങ്ങളും വെടിമരുന്നും പുറത്തു നിന്നെടുത്ത് കപ്പലിൻ്റെ ക്യാബിനുള്ളിലേക്ക് വെക്കണമെന്നാണ് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടത്. എന്താണ് കാര്യമെന്ന് സ്ക്വയർ തിരക്കിയപ്പോൾ ക്യാപ്റ്റൻ തൻ്റെ സംശയം അയാളോട് പറഞ്ഞു. കപ്പലിലെത്തിയിരിക്കുന്ന തൊഴിലാളികൾ സാധാരണക്കാരല്ല. കപ്പലുകളെക്കുറിച്ചും കടൽ യാത്രയെക്കുറിച്ചും അവർക്ക് നല്ല അറിവും ധാരണയുമുണ്ട്. മാത്രമല്ല, നമ്മൾ പോകുന്നത് നിധിയെടുക്കാനാണ്. ആ വിവരം അവർക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ യാത്രക്കിടയിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നാണ് ക്യാപ്റ്റൻ വിശ്വസിച്ചത്. അങ്ങനെയെങ്കിൽ ആയുധങ്ങൾ അവർക്കടുത്തിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് ക്യാപ്റ്റൻ സ്ക്വയറിനെയും ഡോക്ടറെയും അറിയിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കപ്പലിലെ തൊഴിലാളികളെ കൊണ്ട് തന്നെ അവർ ആയുധങ്ങൾ ക്യാബിനുള്ളിലേക്ക് വെപ്പിക്കുമ്പോഴേക്കും ജോണും ജിമ്മും കപ്പലിലേക്കെത്തി. ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ട് സംശയം തോന്നി. ഇതെന്താണ് ഇങ്ങനെയെന്ന് ജോൺ ആ തൊഴിലാളികളിൽ ഒരാളോട് ചോദിക്കുന്നുമുണ്ട്. എന്തു തന്നെയായാലും അവർ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നു. പിറ്റേന്ന് പുലർന്നതോടെ നങ്കൂരം വലിച്ച് പായകൾ വിടർത്തി അവർ ആഴക്കടലിലേക്ക് യാത്ര തുടങ്ങി. ജോൺ ആ കപ്പലിലെ ഓരോ കാര്യങ്ങളും ജിമ്മിന് വിശദീകരിച്ചു കൊടുത്തു. ഇടയ്ക്ക് ജിമ്മും തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് കപ്പലിലെ ജോലികൾ ചെയ്തു. എന്നാൽ ഏറെ ദൂരം യാത്ര ചെയ്ത് രാത്രിയായപ്പോഴേക്കും ജിമ്മിന് കലശലായ കടൽ ചൊരുക്ക് പിടിപെട്ടു. വല്ലാതെ തളർന്നുപോയ അവൻ നിരന്തരമായി ഛർദ്ദിക്കാൻ ആരംഭിച്ചു. ഇടയ്ക്ക് ജോൺ അവന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും കഴിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ വീണ്ടും ഒരു ദിവസത്തെ യാത്ര കൂടി കഴിഞ്ഞപ്പോഴേക്കും ജിമ്മിൻ്റെ അസുഖമെല്ലാം അവനെ വിട്ടുപോയി. പിന്നീട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവർ യാത്ര തുടർന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റൻ്റെ വിശ്വസ്തനായ മിസ്റ്റർ ആരോ എന്നൊരാളെ ആ കപ്പലിൽ നിന്ന് കാണാതായി. അയാളെ ആ തൊഴിലാളികൾക്കൊന്ന് കടലെറിഞ്ഞതാണെന്ന് ജിം ഉൾപ്പെടെ ആരും അറിഞ്ഞില്ല. മദ്യപിച്ച് കാൽവഴുതി കടലിൽ വീണതാവുമെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രക്കിടയ്ക്ക് തൊഴിലാളികളോടൊപ്പം ചേർന്ന് ജിം കപ്പലിലെ ജോലികളെല്ലാം പതിയെ പഠിച്ചെടുക്കുന്നുണ്ട്. എന്തിനിടയ്ക്ക് സ്ക്വയറിൻ്റെ മേൽനോട്ടത്തിൽ അവൻ കപ്പൽ നിയന്ത്രിക്കുക വരെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ആപ്പിൾ എടുക്കാനായി സ്ക്വയർ ജിമ്മിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴാണ് അത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന തൊഴിലാളികൾ തന്നെ കണ്ട് പെട്ടെന്ന് സംസാരം നിർത്തിയത് ജിമ്മ് ശ്രദ്ധിച്ചത്. അതിലവന് സംശയം തോന്നിയിരുന്നുവെങ്കിലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ക്യാബിനുള്ളിലേക്ക് കയറി അവൻ ആപ്പിൾ തിരഞ്ഞു. ആപ്പിൾ വെച്ചിരിക്കുന്ന ആ വലിയ വീപ്പയ്ക്കുള്ളിൽ കയറി അവൻ ആപ്പിൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫ്ലിൻറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവിടേക്ക് ജോൺ കയറി വരുന്നത്. ജോണിന് എങ്ങനെ ഫ്ലിൻറ്റിനെ അറിയാമെന്നറിയാനായി ജിം ആ വീപ്പയ്ക്കുള്ളിൽ തന്നെ പതുങ്ങിയിരുന്നു. തൻ്റെ ഒപ്പമുള്ള തൊഴിലാളിയോട് ജോൺ പറഞ്ഞുകൊണ്ടിരുന്നത് ജിമ്മിനറിയാവുന്ന ഫ്ലിൻറ്റിനെ കുറിച്ച് തന്നെയാണ്. അവരുടെ ആ സംസാരത്തിൽ നിന്ന് ജോൺ ആയിരുന്നു ഫ്ലിൻറ്റിൻ്റെ കപ്പലിൻ്റെ ക്വാർട്ടർ മാസ്റ്റർ എന്ന് ജിം മനസ്സിലാക്കി. ശേഷം ഇസ്രായേൽ എന്ന മറ്റൊരു തൊഴിലാളിയും അവിടേക്ക് വന്നു. അയാൾ സംസാരിച്ചത് ക്യാപ്റ്റൻ സ്മോലറ്റിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ തന്നെ ഇളക്കൊന്ന് കപ്പൽ പിടിച്ചെടുത്താലോ എന്നാണ് ഇസ്രായേൽ ചോദിച്ചത്. എന്നാൽ ജോൺ അതിന് സമ്മതിച്ചില്ല. കാരണം ഫ്ലിൻറ്റിൻ്റെ നിധി എവിടെയാണെന്നുള്ള ഭൂപടം ക്യാപ്റ്റൻ്റെയോ ഡോക്ടറുടെയോ പക്കലായിരിക്കാം. ഒരുപക്ഷെ അത് സ്ക്വയറിൻ്റെ കയ്യിലുമായിരിക്കാം. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ ആക്രമിക്കരുത് എന്ന് ജോൺ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, നടുക്കടലിൽ വെച്ച് കപ്പലിലൊരു ആക്രമണം ഉണ്ടായാൽ കപ്പൽ തകർന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിധി എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ഇറങ്ങിയ ശേഷം മാത്രം എൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ജോൺ ഇസ്രായേലിനോട് പറഞ്ഞത്. അപ്പോഴേക്കും ദ്വീപെത്തി എന്ന് മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ജോണും സംഘവും മുകളിലേക്ക് പോയി. കാര്യങ്ങളെല്ലാം അപ്പോഴാണ് ജിമ്മിന് വ്യക്തമായത്. ജോണും തൊഴിലാളികളും ഫ്ലിൻറ്റിൻ്റെ നിധി തേടിയാണ് കപ്പലിൽ കയറിക്കൂടിയത് എന്നും അവർ ഉടൻ തന്നെ ഒരു അട്ടിമറിക്ക് പദ്ധതിയിടുകയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. സമയമൊട്ടും പാഴാക്കാതെ അവൻ ആ വിവരം ലെവ്സിയെയും ബാക്കിയുള്ളവരെയും അറിയിച്ചു. ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്ക്വയർ ക്യാപ്റ്റനോട് ചോദിച്ചു. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല.
പ്രതിരോധിച്ച് നിൽക്കുക തന്നെ. ജിമ്മിനെ എന്തായാലും ജോണിന് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് ഇറങ്ങുന്ന ജോണിന്റെ ആദ്യ സംഘത്തോടൊപ്പം പോകുവാനും അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുവാനും ക്യാപ്റ്റൻ ജിമ്മിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ കാര്യങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ ആദ്യ സംഘത്തോടൊപ്പം ദ്വീപിലേക്ക് ഇറങ്ങിക്കൊള്ളാൻ ക്യാപ്റ്റൻ ജോണിന് നിർദ്ദേശം കൊടുത്തു. ശേഷം ക്യാബിനിലേക്കെത്തി തൻ്റെ വിശ്വസ്തരായ കുറച്ച് കപ്പൽ ജോലിക്കാർക്ക് ആയുധങ്ങൾ നൽകി ക്യാപ്റ്റനും സംഘവും കൊള്ളക്കാരുടെ ആക്രമണത്തിനായി കാത്തുനിന്നു. ഇതേ സമയം തന്നെ കൊള്ളക്കാരും ക്യാപ്റ്റനും സംഘവും അറിയാതെ കുറച്ച് ആയുധങ്ങൾ മാറ്റിവെച്ചിരുന്നു. അവരതെടുത്ത് അട്ടിമറിക്ക് തയ്യാറാവുമ്പോൾ ബില്ലിന്റെ പെട്ടിയിൽ നിന്ന് കിട്ടിയ 2 കൈത്തോക്കുകളും എടുത്ത് ജിം ആദ്യ സംഘത്തോടൊപ്പം ദ്വീപിലേക്ക് പോവാനായി തയ്യാറായി നിന്നു. അങ്ങനെ ജിമ്മും ജോണും ഉൾപ്പെടെയുള്ള ആദ്യ സംഘം ഒരു ചെറിയ ബോട്ടിൽ ദ്വീപിലേക്ക് തുഴഞ്ഞു. ദ്വീപിലേക്ക് എത്തിയപാടെ തന്നെ ജിമ്മ ബോട്ടിൽ നിന്ന് ചാടിയിറങ്ങി കരയിലേക്ക് ഓടുകയാണ് ചെയ്തത്. ജോണിന്റെ സംഘത്തോടൊപ്പം നിന്നാൽ അവർ തന്നെ അപായപ്പെടുത്തുമെന്ന് ജിം സംശയിച്ചു. ഇതേ സമയം തന്നെ കപ്പലിൽ ഇസ്രയേലും സംഘവും അട്ടിമറി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവർ ക്യാബിനുള്ളിലുള്ള ക്യാപ്റ്റനെയും സംഘത്തെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റനും സഹായികളും ശക്തിയായി പ്രതിരോധിച്ചു നിന്നതോടെ അട്ടിമറി അത്ര എളുപ്പമാകില്ല എന്ന് മനസ്സിലാക്കി കൊള്ളക്കാർ പിന്തിരിഞ്ഞു. കാരണം കൊള്ളക്കാർക്കായിരുന്നു ആൾബലമെങ്കിലും ആയുധബലം ക്യാപ്റ്റനും സംഘത്തിനുമായിരുന്നു. എങ്കിലും ഇനിയും ആ കപ്പലിൽ അധിക നേരം നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ക്യാപ്റ്റനും സംഘവും ക്യാബിൻ വിട്ട് കപ്പലിന്റെ മുകൾ തട്ടിലേക്കെത്തി. കൊള്ളക്കാർ മുകളിലേക്ക് വരാതിരിക്കാനായി അവർ താഴെ തട്ടിലേക്കുള്ള വാതിൽ കയറുകെട്ടി അടച്ചു. ഇതേ സമയം തന്നെ ദ്വീപിൽ ജിം ജോണിന്റെയും സംഘത്തിന്റെയും ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജിമ്മിനെ അവർക്കൊപ്പം ഒറ്റയ്ക്ക് വിട്ടത് ശരിയായില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഡോക്ടർ ലിവ്സി ഹണ്ടർ എന്ന ജോലിക്കാരനൊപ്പം ദ്വീപിലേക്ക് എത്തുകയും ചെയ്തു. ഈ സമയം ജിം ഉൾക്കാട്ടിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. പക്ഷേ തന്റെ തോക്കുമേന്തി കാടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ പിന്തുടരുന്നുണ്ടെന്ന് ജിം തിരിച്ചറിഞ്ഞില്ല. പിന്നെയും അവനങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ ജിമ്മിന് മുന്നിലേക്ക് ചാടി വീണു. പക്ഷേ അയാൾ അവനെ ഉപദ്രവിച്ചില്ല. പകരം തന്നെ ഉപദ്രവിക്കരുതെന്ന് അവനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. അയാളുടെ പേര് ബെൻ ഗൺ എന്നായിരുന്നു. അയാൾ 3 വർഷം മുൻപ് ഈ ദ്വീപിൽ വന്നുപെട്ടതായിരുന്നു. ഇവിടുത്തെ പഴങ്ങളും ഇലകളും കഴിച്ച് ഞാൻ മടുത്തു. എനിക്കൊരൽപ്പം ചീസ് തരുമോ എന്നാണ് അയാൾ അവനോട് ചോദിച്ചത്. എല്ലാ രാത്രികളിലും അയാൾ മൊരിച്ച ചീസ് കഴിക്കുന്നത് സ്വപ്നം കാണുമായിരുന്നത്രേ. താൻ കപ്പലിലെത്തിയാൽ ഉടൻ തന്നെ ചീസ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് ജിം അയാൾക്കൊപ്പം കൂടി. അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോഴാണ് താനിവിടെ വന്നു പെട്ട കഥ ബെൻ അവനോട് പറഞ്ഞത്. ഫ്ലിന്റ് എന്നൊരു നാവികനും അയാളുടെ 5 സഹായികളോടുമൊപ്പമാണ് താനിവിടേക്ക് വന്നത് എന്നും തന്നെ ആ തീരത്ത് നിർത്തി ഫ്ലിന്റും സഹായികളും ഒരു നിധി കുഴിച്ചിടാനായി കാട്ടിലേക്ക് പോയി എന്നും എന്നാൽ ഫ്ലിന്റ് മാത്രമേ മടങ്ങി വന്നുള്ളൂ എന്നുമാണ് അയാൾ അവനോട് പറഞ്ഞത്. നിധി എവിടെയാണെന്ന് മറ്റാരും അറിയാതിരിക്കാനാണ് ഫ്ലിന്റ് കൂടെയുള്ളവരെ കൊന്നത്. ശേഷം അയാൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് ദ്വീപ് വിട്ടുപോയി. കഴിഞ്ഞ 3 വർഷമായി ആരെങ്കിലും ഈ ദ്വീപിലേക്ക് വരാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ബെൻ അവനോട് പറഞ്ഞു. എന്നാൽ ഫ്ലിന്റ് മരിച്ചുവെന്നും ജോൺ സിൽവർ എന്ന പേരായ ഒരു ഒറ്റക്കാലിനൊപ്പമാണ് തങ്ങൾ ഇവിടേക്ക് വന്നത് എന്നും ജിം പറഞ്ഞപ്പോൾ ചെകുത്താനാണ് അയാളെന്നാണ് ബെൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അയാളെ ഭയമായിരുന്നു. എന്തിനും ഫ്ലിന്റിന് പോലും അയാളെ പേടിയായിരുന്നു. നിധി ഒരിക്കലും അയാളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലിന്റ് ആ സമ്പത്തെല്ലാം ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. ജിമ്മും ബെന്നും ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടറും ഹണ്ടറും ആ ദ്വീപിനുള്ളിലേക്ക് കയറിയിരുന്നു. ദ്വീപിനുള്ളിൽ ഒരു വലിയ കുടിലും അതിന് ചുറ്റിലുമായി വലിയ വേലികളും അവർ കണ്ടെത്തി. തീർച്ചയായും അത് ഫ്ലിന്റിന്റെ താവളമായിരുന്നിരിക്കാമെന്ന് ഡോക്ടർ ലിവ്സി മനസ്സിലാക്കി. ചുറ്റുപാടുമൊന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അവിടെ ചെറിയൊരു നീരുറവയുള്ളത് അവർ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ തമ്പടിക്കാമെന്നുറപ്പിച്ച ലിവ്സി വേഗം തന്നെ കപ്പലിലേക്കെത്തി ക്യാപ്റ്റനോടും സ്ക്വയറിനോടും കാര്യങ്ങൾ വിശദീകരിച്ചു. കപ്പലിൽ 3 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടും കൊള്ളക്കാർ എപ്പോൾ വേണമെങ്കിലും ക്യാബിൻ തകർത്ത് പുറത്തേക്ക് വന്നേക്കുമെന്നുള്ളതുകൊണ്ടും ദ്വീപിലേക്ക് പോവാൻ തന്നെ മൂവരും തീരുമാനിച്ചു. പക്ഷെ അവർ ബോട്ടിലേക്ക് കയറി ദ്വീപിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും കൊള്ളക്കാർ ക്യാബിന്റെ വാതിൽ തകർത്ത് മുകളിലേക്ക് എത്തിയിരുന്നു. അവർ വേഗം തന്നെ ദ്വീപിലേക്ക് പോകുന്ന സംഘത്തിന്റെ ബോട്ടിന് നേരെ പീരങ്കി തിരിച്ചു. ക്യാപ്റ്റനും സംഘവും വേഗം ദ്വീപിലേക്ക് തുഴഞ്ഞുവെങ്കിലും അതിനു മുന്നേ തന്നെ ഇസ്രായേൽ പീരങ്കിക്ക് തിരികൊളുത്തി. ഭാഗ്യവശാൽ ആ വെടിയുണ്ട ബോട്ടിൽ പതിച്ചില്ല. പിന്നെയും ഏറെ തവണ അവർ നിറയൊഴിച്ചുവെങ്കിലും അതൊന്നും ഏശാതെ ബോട്ട് ദ്വീപിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദ്വീപിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു വെടിയുണ്ട ബോട്ടിൽ പതിച്ച് ബോട്ട് തകർന്നുവെങ്കിലും ക്യാപ്റ്റൻ ഉൾപ്പെടെ അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം ജീവനോടെ രക്ഷപ്പെട്ടു. തകർന്ന ബോട്ടിൽ നിന്നൊരു ചെറിയ പീരങ്കി ഉൾപ്പെടെ ആയുധങ്ങളും
വെടിമരുന്നും അവർ കരയിലേക്ക് എത്തിച്ചു. ശേഷം അവർ വേഗം ഫ്ലിൻറ്റിൻ്റെ കുടിലിലേക്ക് ഓടി. ഇതേ സമയം തന്നെ അവർ ദ്വീപിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിയ ജോണും സംഘവും അവിടേക്കെത്തി അവർക്ക് നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. തോക്കുകൊണ്ട് കൊള്ളക്കാരെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ക്യാപ്റ്റനും ഹണ്ടറും അവർക്ക് നേരെ കപ്പലിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെറിയ പീരങ്കി പ്രയോഗിക്കുക തന്നെ ചെയ്തു. ഇതോടെ കൊള്ളക്കാർ ഒന്ന് പിൻവലിഞ്ഞുവെങ്കിലും അവർ തിരികെ വരുമെന്ന് ക്യാപ്റ്റനും സംഘത്തിനും അറിയാമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർക്കൊപ്പമുള്ള ടോം എന്നൊരു സഹായിക്ക് വെടിയേറ്റ് കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ തങ്ങൾ പിടിച്ചെടുത്ത ആ കപ്പലിൽ കൊള്ളക്കാരവരുടെ കൊടിയുയർത്തി കഴിഞ്ഞിരുന്നു. ക്യാപ്റ്റനും സംഘവും ആ കുടിലിന് മുന്നിൽ തങ്ങളുടെയും കൊടിയുയർത്തി. കൊള്ളക്കാർ ആ കപ്പലിൽ നിന്ന് കുടിലിന് നേരെ വീണ്ടും പീരങ്കി പ്രയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിമ്മും ബെന്നും അവിടേക്ക് വരുന്നത്. വേഗം തന്നെ തന്നെക്കുറിച്ച് ക്യാപ്റ്റനോടും സംഘത്തോടും പറയുവാനും നിധിയെക്കുറിച്ചുള്ള സുപ്രധാനമായൊരു കാര്യം തനിക്ക് പറയാനുണ്ടെന്ന് അറിയിക്കുവാനും പറഞ്ഞ് ബെൻ ജിമ്മിനെ ആ കുടിലേക്ക് പറഞ്ഞു വിട്ടു. ജിം കാര്യങ്ങളെല്ലാം അറിയിച്ചപ്പോൾ ഒരുപക്ഷെ 3 വർഷം ഒറ്റയ്ക്കൊരു ദ്വീപിൽ താമസിച്ച് അയാൾക്ക് ഭ്രാന്തായതായിരിക്കുമെന്ന് അവർക്ക് തോന്നിയെങ്കിലും അയാളെ പോയി കാണാൻ തന്നെ ഡോക്ടറും സംഘവും തീരുമാനിച്ചു. പോകുമ്പോൾ അയാൾക്ക് ഏറെ ചീസും കൊണ്ടുചെല്ലണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ജിം ഡോക്ടറെ ഓർമ്മിപ്പിച്ചു. ബെന്നിനെ പിന്നീട് പോയി കാണാൻ തീരുമാനിച്ചുവെങ്കിലും മുന്നോട്ടിനി എന്താണ് പദ്ധതി എന്നതിലാണ് അവർ ആശങ്കപ്പെട്ടത്. കൊള്ളക്കാർക്ക് തങ്ങളെക്കാൾ 3 ഇരട്ടി ആൾബലമുണ്ട്. മാത്രമല്ല ഇപ്പോൾ കപ്പലും അവരുടെ പിടിയിലാണ്. എന്തായാലും കാത്തിരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. കാടത്ര പരിചിതമല്ലാത്ത കൊള്ളക്കാർ ആ കാട്ടിൽ 2 ദിവസം ചെലവഴിച്ചാൽ തന്നെ അവർക്ക് രോഗങ്ങൾ പിടിപെടുമെന്ന് ഡോക്ടർ ലിവ്സി പ്രതീക്ഷിച്ചു. വീണ്ടും ഒരു ആക്രമണം പ്രതീക്ഷിച്ചാണ് അവർ ഇരുന്നത്. എങ്കിലും പിറ്റേന്ന് ജോൺ അവിടേക്ക് വന്നത് ഒരു വെള്ളക്കൊടിയും വീശിയാണ്. നമുക്ക് സമാധാനം സംസാരിക്കാമെന്നാണ് അയാൾ പറയുന്നത്. ജോണിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാനായി ക്യാപ്റ്റനും സംഘവും അയാളെ അകത്തേക്ക് വിളിച്ചു. കൂടെയുള്ള സഹായിയെ പുറത്തു നിർത്തി ജോൺ ആ മതിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നിധി ഞങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ ജീവനെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂപടം ഞങ്ങൾക്ക് കൈമാറിയാൽ ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളെ ആരെയും ഞങ്ങൾ ഉപദ്രവിക്കില്ല. നിങ്ങൾക്ക് ജീവനോടെ മടങ്ങിപ്പോവാം. ജോണിത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ അങ്ങനെ വിട്ടുകൊടുത്തില്ല. എൻ്റെ പേര് ക്യാപ്റ്റൻ അലക്സാണ്ടർ സ്മോലറ്റ് എന്നാണ്. നിങ്ങളെക്കാളും വലിയ കൊള്ളക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്, നേരിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ നിമിഷം നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നീതിയുക്തമായൊരു വിചാരണ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതല്ല ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ഈ കടൽ കടന്നപ്പുറമെത്തില്ല. കൊള്ളക്കാർ തങ്ങളെക്കാൾ കൂടുതലുണ്ടെങ്കിലും ആയുധബലം തങ്ങൾക്കാണല്ലോ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ക്യാപ്റ്റൻ അത് പറഞ്ഞത്. എങ്കിൽ തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾ മരണത്തിനായി അപേക്ഷിക്കുന്ന നിമിഷം ഉടൻ വരുമെന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്ന് മടങ്ങി. തങ്ങളുടെ പക്കൽ ആയുധങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ജോൺ ചെയ്യുന്നത് കപ്പലിലെ ആ വലിയ പീരങ്കി അഴിച്ച് ദ്വീപിലേക്ക് കൊണ്ടുവരികയാണ്. കയറുകെട്ടി വലിച്ച് അവർ ആ പീരങ്കി കുടിലിരിക്കുന്ന ആ കുന്നിലേക്ക് എത്തിച്ചു. ക്യാപ്റ്റനും സംഘവുമാകട്ടെ തങ്ങളുടെ തോക്കുകളെല്ലാം തിരനിറച്ച് കൊള്ളക്കാർക്കായി കാത്തിരുന്നു. പെട്ടെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കാതെ ഒരു പീരങ്കി ഉണ്ട കുടിലിന്റെ ഭിത്തി തകർത്ത് കടന്നു വന്നു. വീണ്ടും അവർ വെടിയുതിർക്കാൻ തുടങ്ങിയതോടെ ക്യാപ്റ്റനും സംഘവും ശക്തിയായി പ്രതിരോധിച്ചു നിന്നു. ജിം തോക്കുകളിൽ തിരനിറച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ കൊള്ളക്കാർക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടിരുന്നു. പീരങ്കിയുണ്ടകൾ കുടിലിന്റെ ഭിത്തി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വാളുമായി അവിടേക്ക് പാഞ്ഞു വന്ന കൊള്ളക്കാരെയെല്ലാം ക്യാപ്റ്റനും സംഘവും വെടിവെച്ചിട്ടു. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചവരെ ചെറിയ പീരങ്കി കൊണ്ട് അവർ കൊന്നു വീഴ്ത്തിയെങ്കിലും പിന്നെയും കൊള്ളക്കാർ കുടിലിനടുത്തേക്ക് എത്തുക തന്നെ ചെയ്തു. ക്യാപ്റ്റനും സംഘവും വാളുകൊണ്ട് അവരെയെല്ലാം പ്രതിരോധിച്ചു നിന്നുവെങ്കിലും മറ്റൊരു വശത്ത് നിന്ന് ജോൺ പീരങ്കി ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. അതോടെ ക്യാപ്റ്റനും ഹണ്ടറും ഒരു വെടിമരുന്ന് വീപ്പയ്ക്ക് തിരിയിട്ട് തീ കൊളുത്തി. ശേഷം ക്യാപ്റ്റൻ അതുമായി പുറത്തേക്ക് ഓടിയെങ്കിലും തൊട്ടരികിൽ ഒരു വെടി പൊട്ടിയതോടെ അയാൾ നിലത്തേക്ക് വീണു. അതോടെ ഹണ്ടർ ആ നിലത്ത് വീണ് കിടന്ന വീപ്പയും എടുത്ത് കൊള്ളക്കാർ വെടിവെക്കുന്ന വകവയ്ക്കാതെ അവർക്ക് നേരെ എറിഞ്ഞു. വീപ്പ ലക്ഷ്യത്തിൽ ചെന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുകയും പീരങ്കി തകരുകയും ചെയ്തു. അങ്ങനെ ആയുധങ്ങൾ തകരുകയും വെടിമരുന്ന് തീരുകയും ചെയ്തതോടെ ജോണും സംഘവും തൽക്കാലം ആക്രമണം അവസാനിപ്പിച്ചു. ഇനി എന്താണുള്ള പദ്ധതി എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. തങ്ങൾക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ ദ്വീപിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ബെന്നിന്റെ സഹായം കൂടിയേ മതിയാവുമെന്ന് മനസ്സിലാക്കി കുറച്ചേറെ ചീസും പൊതിഞ്ഞുകെട്ടി ഡോക്ടർ ലിവ്സി അയാൾക്കടുത്തേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു.
താനൊപ്പം വരാമെന്ന് ജിം പറഞ്ഞുവെങ്കിലും അതൊട്ടും സുരക്ഷിതമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ലിവ്സി ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ അന്ന് രാത്രിയിൽ ജിമ്മിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കപ്പൽ കൊള്ളക്കാർ പിടിച്ചെടുത്തതാണ് പ്രശ്നം ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് ജിമ്മിനറിയാമായിരുന്നു. എന്തായാലും ആ കപ്പലിനടുത്തേക്ക് പോയി എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ തന്നെ ജിം തീരുമാനിച്ചു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജിം തൻ്റെ തോക്കുമെടുത്ത് പതിയെ പുറത്തേക്കിറങ്ങി. ശേഷം അവൻ കൊള്ളക്കാർ തമ്പടിച്ചിരിക്കുന്ന തീരത്തേക്കെത്തുമ്പോൾ കൊള്ളക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ദൂരെ തങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. കൊള്ളക്കാരറിയാതെ അവൻ അവരുടെ ബോട്ടുകളിലൊന്ന് മോഷ്ടിച്ച് കപ്പലിനടുത്തേക്ക് തുഴഞ്ഞു. കപ്പലിന് ചുവട്ടിലെത്തിയപ്പോൾ മുകളിൽ നിന്ന് വലിയ അലർച്ചകളും വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവുമാണ് അവൻ കേട്ടത്. കൊള്ളക്കാർ തമ്മിലെന്തോ പ്രശ്നമുണ്ടാവുകയാണെന്ന് തിരിച്ചറിഞ്ഞ ജിമ്മ് പതിയെ മുകളിലേക്ക് കയറി കപ്പലിന്റെ നങ്കൂരത്തിന്റെ കയർ അറുത്തുമാറ്റി. ഇതേ സമയം കപ്പലിനുള്ളിൽ ഇസ്രായേലും മറ്റൊരു കൊള്ളക്കാരനും തമ്മിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിധിയുടെ പങ്കിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കൂടെയുള്ള കൊള്ളക്കാരെയെല്ലാം അവർ കൊന്നു കഴിഞ്ഞിരുന്നു. പരസ്പരമുള്ള സംഘടനത്തിനൊടുവിൽ തന്റെ കാലിൽ കത്തികയറ്റിയ ആ കൊള്ളക്കാരനെയും ഇസ്രായേൽ കൊന്നുകളഞ്ഞു. നങ്കൂരം അറുത്തുമാറ്റി ജിം മുകളിലെ തട്ടിലേക്ക് എത്തുമ്പോഴേക്കും കാലിന് പരിക്കേറ്റ ഇസ്രായേൽ മാത്രമായിരുന്നു അവിടെ ജീവനോടെ ഉണ്ടായിരുന്നത്. ജിമ്മിനെ കണ്ട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ഇസ്രായേൽ ചോദിച്ചു. ഞാൻ ഈ കപ്പൽ പിടിച്ചെടുക്കാനാണ് വന്നത് എന്നാണ് ജിം മറുപടി പറഞ്ഞത്. എനിക്കൊരൽപ്പം റമ്മും എൻ്റെ മുറിവ് വെച്ച് കിട്ടാൻ ഒരു തുണിയും തന്നാൽ കപ്പൽ പിടിച്ചെടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഇസ്രായേൽ ജിമ്മിനോട് പറഞ്ഞു. ജിം അയാൾക്ക് മദ്യവും മുറിവ് കെട്ടാൻ ഒരു തുണിയും നൽകി. അങ്ങനെ ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജിം കപ്പലിൻ്റെ പായകൾ നിവർത്തി കപ്പൽ ആ തീരത്ത് നിന്ന് കൊണ്ടുപോകാൻ തയ്യാറായി. കപ്പൽ പതിയെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ജിം കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതിനോടകം തന്നെ കപ്പൽ നിയന്ത്രിക്കാനൊക്കെ അവന് വശമായിരുന്നു. അങ്ങനെ അവൻ ആ കപ്പൽ കൊള്ളക്കാരുടെ കാഴ്ചയിൽ നിന്നകന്ന് ദ്വീപിൻ്റെ അങ്ങേ തീരത്തടുപ്പിച്ചു. എന്നാൽ കപ്പൽ തീരത്തടുത്തതോടെ ഇസ്രായേൽ അവന് മേൽ ചാടി വീണു. പെട്ടെന്ന് അയാളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ജിമ്മ് അയാൾക്ക് നേരെ തൻ്റെ തോക്കിൻ്റെ കാഞ്ചി വലിച്ചുവെങ്കിലും തീര നിറയ്ക്കാൻ മറന്നുപോയ ആ തോക്ക് പൊട്ടിയില്ല. ഇതോടെ ജിമ്മ കപ്പലിൻ്റെ പായ്മരത്തിലേക്ക് വലിഞ്ഞു കയറി ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ കത്തിയുമായി ഇസ്രായേലും പായ്മരത്തിലേക്ക് കയറി. എന്നാൽ അപ്പോഴേക്കും കപ്പൽ തീരത്ത് മണലിടിച്ച് നിന്നിരുന്നു. ജിമ്മാകട്ടെ പായ്മരത്തിന് മുകളിൽ കയറിയിരുന്ന് തോക്കിൽ തിര നിറച്ചു. പിന്നാലെ അവിടേക്കെത്തി ഇസ്രായേൽ അവനെ കുത്താനഞ്ഞതും ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ വെടിവെക്കുമെന്ന് ജിം അയാളോട് പറഞ്ഞു. പക്ഷേ തിര നിറച്ച കാര്യം അറിയാതിരുന്ന ഇസ്രായേൽ അവന് നേരെ കത്തിയുയർത്തിയതും ജിം അയാളെ വെടിവെച്ചിട്ടു. വെടിയേറ്റ ഇസ്രായേൽ ആ പായ്മരത്തിന് മുകളിൽ നിന്ന് കടലിലേക്ക് പതിച്ചു. ഇസ്രായേലിന്റെ കത്തി കൊണ്ട് തോളിന് പരിക്കേറ്റിരുന്നുവെങ്കിലും താൻ കപ്പൽ പിടിച്ചെടുത്ത വിവരം ബാക്കിയുള്ളവരെ അറിയിക്കാനായി ജിം വേഗം തന്നെ ദ്വീപിലേക്ക് പോയി. രാത്രിയോടെ ദ്വീപിന്റെ അങ്ങേ തലക്കിലുള്ള കുടിലേക്ക് അവൻ എത്തുമ്പോൾ അവിടെ ജോണും സംഘവുമായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനും സംഘവും അവിടെ നിന്ന് പോയിരുന്നുവെന്ന് ജിം അറിഞ്ഞിരുന്നില്ല. തങ്ങളുടെ പിടിയിലായ ജിമ്മിനോട് നിനക്കാദ്യമേ ഞങ്ങൾക്കൊപ്പം ചേർന്നുകൂടായിരുന്നുവെന്നാണ് ജോൺ ചോദിച്ചത്. നീ പേടിച്ചോടിയെന്ന് കരുതി നിന്റെ ഒപ്പമുള്ളവർ നിന്നെ കൂട്ടാതെ ഇവിടെ നിന്ന് പോയില്ലേ? നീ ഇനി ഞങ്ങൾക്കൊപ്പം ചേർന്നുകൊള്ളാൻ അയാൾ ജിമ്മിനോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊപ്പം ചേരാം, പക്ഷെ ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയണമെന്ന് ജിം പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ജോൺ അവന് വിശദമാക്കി കൊടുത്തു. ഡോക്ടർ ലിവ്സി ഇന്നലെ ഞങ്ങൾക്കടുത്തേക്ക് വന്ന് പരാജയം സമ്മതിച്ചു. കപ്പൽ കാണാനില്ല എന്നും അവർ പരാജയപ്പെട്ടുവെന്നും തങ്ങളുടെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ ഈ ദ്വീപ് വിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് എവിടേക്കോ പോയി. അവസാനം ഞങ്ങൾ തന്നെ ജയിച്ചു, നിങ്ങൾ തോറ്റുവെന്ന് ജോൺ അവനോട് പറഞ്ഞു. എന്നാൽ നിങ്ങളാണ് തോറ്റത് എന്നും നിങ്ങളെ തോൽപ്പിച്ചത് ഞാനാണെന്നുമാണ് ജിം മറുപടി പറഞ്ഞത്. ബില്ലിന്റെ പെട്ടിയിൽ നിന്ന് ഭൂപടം കൈക്കലാക്കിയതും നിങ്ങളുടെ ചതിയെക്കുറിച്ച് ക്യാപ്റ്റനോടും സംഘത്തോടും പറഞ്ഞതും ഇസ്രായേലിനെ കടലിൽ താഴ്ത്തി കപ്പൽ നിങ്ങൾക്ക് കണ്ടെത്താനാവാത്തൊരിടത്തേക്ക് മാറ്റിയതും എല്ലാം ഞാൻ തന്നെയാണ്. ജിം ഇത് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെയുള്ള മണ്ടന്മാരെക്കാൾ എത്രയോ മിടുക്കനാണ് ഇവനെന്നാണ് ജോൺ ചിന്തിച്ചത്. പക്ഷേ ബാക്കിയുള്ള കൊള്ളക്കാർ ജിമ്മിനെ കൊന്നുകളയാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കുട്ടിയെ കൊല്ലാൻ ജോണിന് മനസ്സ് വന്നില്ല. കൊള്ളക്കാരെ അയാളതിന് സമ്മതിച്ചതുമില്ല. ഞാനാണിവിടെ ക്യാപ്റ്റൻ എന്ന് നീയൊന്നും മറന്നു പോകരുത്. ഈ ചെറുക്കൻ ചെയ്തതിൻ്റെ 10 ചെയ്യാൻ നിനക്കൊക്കെ സാധിക്കുമോ? കൊള്ളക്കാരാണത്രേ. ഇവനെ തൊട്ടുകഴിഞ്ഞാൽ എൻ്റെ വാളുടെ മൂർച്ച നിങ്ങൾ അറിയുമെന്ന് ജോൺ അവർക്ക് താക്കീത് നൽകി. ഇതോടെ ആ കൊള്ളക്കാർ ജോണിനെതിരെ തിരിഞ്ഞു. നിങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ കൊള്ളക്കാർ ജോണിൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് വെച്ച് കൊടുത്തു.
അയാളുടെ സമയം എണ്ണപ്പെട്ടുവെന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ശേഷം കൊള്ളക്കാരിലൊരാൾ തൻ്റെ വാളുയർത്തിയതും ജോൺ ഒരു കടലാസ് അവർക്ക് എറിഞ്ഞു കൊടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, നിധിയുടെ ഭൂപടമായിരുന്നു. ക്യാപ്റ്റനും സംഘവും അതുകൂടി അയാൾക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. ഇപ്പോൾ നിധി എവിടെയുണ്ടെന്ന് എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. പക്ഷേ ആ നിധി കിട്ടിയാൽ നിങ്ങളതെങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും? നിങ്ങൾക്കാർക്കും അതിനുള്ള കഴിവില്ല എന്ന് എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. അതിന് നിങ്ങൾക്ക് അതിസമർത്ഥനായ ഒരു നാവികൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഒപ്പം നിന്നാൽ നമുക്കൊന്നിച്ച് ആ നിധിയുമായി മടങ്ങിപ്പോകുമെന്ന് ജോൺ പറഞ്ഞപ്പോൾ അയാളെ കൊല്ലേണ്ട എന്ന് തന്നെ കൊള്ളക്കാർ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് നിധി കണ്ടെത്താനായി ജോണും സംഘവും പോകാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ ലിവ്സി അവിടേക്ക് മടങ്ങി വരുന്നത്. ജിമ്മിനെ കണ്ട ഉടനെ നീ എവിടെയായിരുന്നു എന്നാൽ ചോദിച്ചുവെങ്കിലും മറുപടി പറയാൻ ജോൺ അവനെ സമ്മതിച്ചില്ല. കൊള്ളക്കാരിൽ പലർക്കും അസുഖം ബാധിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ എന്ന തൻ്റെ കടമ നിറവേറ്റാൻ വേണ്ടിയാണ് ലിവ്സി അവിടേക്ക് വന്നത്. കൊള്ളക്കാർക്കെല്ലാം മരുന്ന് കൊടുത്ത ശേഷം ജിമ്മിനോടൊന്ന് സംസാരിക്കണമെന്ന് ലിവ്സി പറഞ്ഞപ്പോൾ ജോൺ ഇത്തവണ സമ്മതിച്ചു. ബാക്കി കൊള്ളക്കാർ അതിന് എതിർപ്പ് കാണിച്ചുവെങ്കിലും ഭൂപടം കയ്യിൽ കിട്ടിയില്ല, ഇനി എന്തായാലും എന്താണെന്നാണ് ജോൺ അവരോട് ചോദിച്ചത്. അങ്ങനെ പുറത്തേക്കിറങ്ങി ലിവ്സി ജിമ്മുമായി സംസാരിച്ചു. നീ എന്തിനാണ് ഭയന്നോടിയത് എന്ന് ലിവ്സി അവനോട് ചോദിച്ചു. താൻ ഭയന്നോടിയതല്ല എന്നും കപ്പൽ പിടിച്ചളക്കാൻ പോയതാണെന്നും കപ്പൽ താൻ ദ്വീപിൻ്റെ അങ്ങേ തീരത്ത് കൊണ്ടിട്ടിട്ടുണ്ട് എന്നും ജിം അയാളെ അറിയിച്ചു. അത് കേട്ടപ്പോൾ ലിവ്സിക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായത്. എൻ്റെ ഒപ്പം വരാൻ അയാൾ അവനോട് പറഞ്ഞുവെങ്കിലും കൊള്ളക്കാരുടെ നീക്കങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ട് ജിം അയാൾക്കൊപ്പം പോകാൻ തയ്യാറായില്ല. ശേഷം ലിവ്സി ജോണിനോട് ഇവനെ നോക്കിക്കൊള്ളണമെന്നും നിധി കിട്ടിയാൽ ഒരു പങ്ക് ഇവനും കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ജോണും സംഘത്തിനുമൊപ്പം ജിമ്മും നിധി തേടി ഇറങ്ങി. ഭൂപടപ്രകാരം ഏറെ ദൂരം ആ കാട്ടിലൂടെ സഞ്ചരിച്ച് സ്പൈ ഗ്ലാസ് ഹിൽ എന്ന കുന്നിലേക്ക് അവരെത്തുമ്പോൾ ഒരസ്ഥികൂടമാണ് അവർക്കവിടെ കാണാൻ സാധിച്ചത്. വടക്ക് കിഴക്ക് ദിശയിലേക്കായിരുന്നു അത് വിരൽ ചൂണ്ടിയിരുന്നത്. ഭൂപടം പരിശോധിച്ചപ്പോൾ ആ ദിശയിൽ തന്നെയാണ് നിധിയുള്ളത് എന്ന് ജോണിന് മനസ്സിലായി. ഭൂപടം നഷ്ടപ്പെട്ടാലും നിധി നഷ്ടപ്പെടാതിരിക്കാൻ ഫ്ലിന്റ് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന 5 മനുഷ്യരെയും കൊന്ന് അവരുടെ ശരീരങ്ങൾ വഴികാട്ടികളെപ്പോലെ അവിടെ കിടത്തിയിരിക്കുന്നതാണ് എന്ന് ജോൺ തിരിച്ചറിഞ്ഞു. അസ്ഥികൂടം കാണിച്ച വഴി അവർ വീണ്ടും ഏറെ ദൂരം മുന്നോട്ട് നടന്നു. കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും താണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒട്ടും തന്നെ ഭയപ്പെടാതെ ജിമ്മും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചൊപ്പമുള്ള കൊള്ളക്കാർ തളർന്നിട്ടും ഒറ്റക്കാൽ മാത്രമുള്ള ജോൺ തളർന്നില്ല. ഇനിയും ഒരല്പദൂരം കൂടി നടന്നാൽ 7 ജന്മം ചെലവഴിച്ചാലും തീരാത്ത സമ്പത്താണ് നമ്മെ കാത്തിരിക്കുന്നത്. അതിനടുത്തേക്ക് എത്തും മുൻപ് നിങ്ങൾക്ക് എങ്ങനെയാണ് തളർന്നിരിക്കാൻ തോന്നുന്നത് എന്ന് ജോൺ ചോദിച്ചപ്പോൾ ഒട്ടും വൈകിക്കാതെ ആ നിധിക്കടുത്തേക്ക് പോകാൻ തന്നെ കൊള്ളക്കാർ തീരുമാനിച്ചു. അങ്ങനെ പിന്നെയും ഏറെ ദൂരം നടന്ന് അവർ നിധി അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്കെത്തി. എന്നാൽ ആവേശത്തോടെ അവർ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വലിയൊരു കുഴി മാത്രമാണ്. നിധി ആരോ അവിടെ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടുപോയി എന്ന് മനസ്സിലായതോടെ തൻ്റെ തോക്ക് ജിമ്മിന് കൊടുത്തവനെ സുരക്ഷിതനാക്കി ഒന്നുകൂടി അവിടെ കുഴിച്ചു നോക്കാൻ ജോൺ കൊള്ളക്കാരോട് പറഞ്ഞു. അവർ വീണ്ടും കുഴിച്ചു നോക്കിയെങ്കിലും 1-2 നാണയത്തൊട്ടുകളല്ലാതെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടെ ഇതാണോ നീ പറഞ്ഞ 7 ജന്മം ചെലവഴിക്കാനുള്ള സമ്പത്ത് എന്ന് ചോദിച്ച് കൊള്ളക്കാരിലൊരുവൻ തൻ്റെ വാള് ജോണിന് നേരെ ഉയർത്തി. വാളുമയാൾ ജോണിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ദൂരെ നിന്ന് ഡോക്ടറും സംഘവും അവർക്ക് നേരെ വെടിയുതിർത്തു. കൊള്ളക്കാരെല്ലാം വെടിയേറ്റ് മരിച്ചപ്പോൾ തന്നെ ആക്രമിച്ച ആ കൊള്ളക്കാരനെ ജോണും കൊന്നു വീഴ്ത്തി. ഡോക്ടർക്കും സംഘത്തിനുമൊപ്പം ബെന്നിനെ കൂടി കണ്ടപ്പോൾ ജോണിനൊന്നും വ്യക്തമായില്ല. സത്യത്തിൽ 3 വർഷം ആ ദ്വീപിൽ അകപ്പെട്ടു പോയ ബെൻ ഫ്ലിന്റ് കൊന്ന മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. നിധിയിലേക്ക് ആ അസ്ഥികൂടങ്ങൾ അയാളെ വഴി കാണിച്ചു. നിധി കണ്ടെത്തിയ ബെൻ ആ സമ്പത്ത് മുഴുവൻ ഇതിനോടകം തന്നെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. ബെന്നിനെ കാണാൻ പോയ രാത്രി അയാൾ ഡോക്ടറോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടറും സംഘവും ഭൂപടം തനിക്ക് തന്ന് അവിടെ നിന്ന് പോയത് എന്ന് ജോണിന് ഇപ്പോഴാണ് മനസ്സിലായത്. ഭൂപടം തൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അവരെ പിന്തുടരാതിരുന്നത് വലിയ അബദ്ധമായി പോയി എന്ന് ജോൺ തിരിച്ചറിഞ്ഞു. താൻ കബളിപ്പിക്കപ്പെട്ടതിൻ്റെ ജാളിതയിൽ നിൽക്കുന്ന ജോണിനെ കൊല്ലാനുള്ള ദേഷ്യം സ്ക്വയർ ഉൾപ്പെടെ അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും ജിമ്മിൻ്റെ ജീവൻ അയാൾ രക്ഷിച്ചതുകൊണ്ട് മാത്രം അയാളെ നാട്ടിലേക്ക് കൊണ്ടുപോയി വിചാരണയ്ക്ക് വിധേയനാക്കിയാൽ മതിയെന്നാണ് അവർ തീരുമാനിച്ചത്. ശേഷം അവർ ജിമ്മിനെ തങ്ങൾ ഇത്രയും നാൾ തേടിയലഞ്ഞ നിധിക്കടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
തീരത്തോട് ചേർന്ന് പെട്ടെന്നാരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു ഗുഹയിലായിരുന്നു ബെൻ ആ നിധി ഒളിപ്പിച്ചിരുന്നത്. അതിനുള്ളിലേക്ക് കയറി ജിമ്മിനെ അതവർ കാണിച്ചു കൊടുത്തു. ഒരു ഗുഹ നിറയെ പൊന്നും പണവും രത്നങ്ങളും തുടങ്ങി വിലമതിക്കാനാവാത്തത്രയും സമ്പത്ത്. താനൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം തനിക്ക് സ്വന്തമായനെന്ന് ജോൺ അപ്പോഴോർത്തുവെങ്കിലും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. ജിം വേഗം തന്നെ അവിടേക്ക് ചെന്ന ആ സമ്പത്ത് കൈകളിൽ വാരിയെടുത്തു. യൂറോപ്പ്, ചൈന, അറേബ്യ തുടങ്ങി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഫ്ലിന്റ് കൊള്ളയടിച്ച രക്തത്തിന്റെ ഗന്ധമുള്ള സമ്പത്ത്. അതെല്ലാം അവിടെ വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയവർ വേഗം തന്നെ അവ വലിയ പെട്ടികളിൽ നിറച്ച് കപ്പലിലേക്ക് കയറ്റി. അപ്പോഴെല്ലാം ആ സമ്പത്ത് നഷ്ടമായതിന്റെ നിരാശ ജോണിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി അയാൾക്ക് മുന്നിൽ അവശേഷിക്കുന്നത് വിചാരണ മാത്രമാണ്. അങ്ങനെ യാത്രക്കിടയ്ക്ക് വീണ്ടും ജോൺ ജിമ്മിനടുത്തേക്കെത്തി. വിചാരണയെക്കുറിച്ചും തൂക്കിലേറ്റപ്പെടുന്നതിനെക്കുറിച്ചുമാണ് അയാൾ അവനോട് സംസാരിച്ചത്. തനിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് ജോണിന് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ ജീവൻ രക്ഷിച്ച ജോണിനു വേണ്ടി അവസാനമായ ഒരു കാര്യം ചെയ്യാൻ തന്നെ ജിം തീരുമാനിച്ചിരുന്നു. വിചാരണയിൽ അയാൾക്ക് അനുകൂലമായ മൊഴി താൻ നൽകിക്കൊള്ളാമെന്ന് ജിം ജോണിനോട് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും തൻ്റെ തൂക്കുകയർ ഒഴിവാകില്ല എന്നും ജോണിന് അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. കപ്പൽ ദ്വീപിൽ നിന്ന് യാത്ര തുടങ്ങി 2-ാം ദിവസം ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് കപ്പൽ നിയന്ത്രിക്കാൻ ബെൻ മാത്രമായിരുന്നു മുകളിലെ തട്ടിലുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ജോൺ തൻ്റെ കത്തി അയാളുടെ കഴുത്തിൽ വെച്ചു. എൻ്റെ കത്തിയുടെ മൂർച്ച നിനക്കറിയാമല്ലോ. നീ ശബ്ദിച്ചാൽ ഇത് നിന്റെ കഴുത്തിലെ അസ്ഥി വരെ ആഴ്ന്നിറങ്ങും. എനിക്ക് നിങ്ങളുടെ കൺവെട്ടത്തു നിന്ന് പോകാൻ വെറും 1/2 മണിക്കൂർ സമയം മാത്രമാണ് വേണ്ടത്. വെറുതെ ശബ്ദമുണ്ടാക്കി എന്നെ വീണ്ടും ഈ കപ്പലിലേക്ക് തിരിച്ചെത്തിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ കത്തി താഴ്ത്തി. തന്നെ കൊന്നിട്ട് ജോൺ അവിടെ നിന്ന് പോകാമായിരുന്നുവെങ്കിലും അയാളത് ചെയ്തില്ലല്ലോ എന്നോർത്ത് ബെൻ ശബ്ദമുണ്ടാക്കിയതേയില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജോൺ രക്ഷപ്പെട്ടുവെന്ന് ക്യാപ്റ്റൻ ബാക്കിയുള്ളവരെ അറിയിച്ചു. ജോൺ അപ്പോഴും അധിക ദൂരം പോയിരുന്നില്ല. വേണമെങ്കിൽ അവർക്ക് അയാളെ വെടിവെച്ചിടാമായിരുന്നു, അല്ലെങ്കിൽ കപ്പൽ തിരിച്ച് അയാളെ പിടികൂടാമായിരുന്നു. എങ്കിലും അവരത് ചെയ്തില്ല. കാരണം ജോണിന് വേണമെങ്കിൽ നിധിയടങ്ങിയ 1-2 വലിയ പെട്ടികളെടുക്കാമായിരുന്നു. പക്ഷേ അയാളത് എടുത്തില്ല. പകരം അയാൾ തനിക്ക് തൽക്കാലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് പണവും ചെറിയൊരു സ്വർണ്ണക്കട്ടിയും മാത്രമാണ് എടുത്തത്. ആ പണവും തൻ്റെ ജീവനുമായി ജോൺ തൻ്റെ ബോട്ടിൽ ചക്രവാളത്തിൽ മറയുന്നത് ജിം ആ പായ്മരത്തിന് മുകളിലിരുന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഒരിക്കലും അവനയാളെ കണ്ടതേയില്ല.